ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡിഷൻ സങ്കലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് സബ്ട്രാക്ഷൻ, നമ്പറുകൾ തമ്മിലുള്ള സബ്ട്രാക്ഷൻ ഏതൊക്കെ തരത്തിൽ വരാമെന്നും അപ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലങ്ങളും വളരെ എളുപ്പത്തിൽ കൂട്ടാനും കുറക്കാനും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കഴിയും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ സംഖ്യകൾ കുറക്കാൻ വരുന്നത് പൊതുവെ ഇങ്ങനെയാണ്. ഒരു നമ്പറിൽ നിന്ന് മറ്റേ ഒരു നമ്പർ കുറക്കാനുണ്ടാവും, രണ്ട് നമ്പറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാനുണ്ടാവും, രണ്ട് നമ്പറിൽ നിന്ന് രണ്ട് നമ്പർ സബ്ട്രാക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് എന്തൊക്കെ പ്രത്യേകതകളോട് കൂടിയിട്ടാണ് വരിക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പൊതുവെ കുട്ടികൾക്ക് അഡിഷനും സബ്ട്രാക്ഷനും ആയാൽ സബ്ട്രാക്ഷനാണ് പ്രയാസം ഉണ്ടാവുക. അതായത് കൂട്ടലും കുറക്കലും ചെയ്യുന്നതിൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് പൊതുവെ പ്രയാസം ഉണ്ടാവുക. അപ്പോൾ അത് എന്തൊക്കെ തരത്തിലാണ് വരുന്നത് എന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് എന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നോക്കൂ, 5 കുറക്കണം 2 എന്ന് പറഞ്ഞ അർത്ഥം 5 - 2 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്നത് 5 എണ്ണം ഇവിടെയുണ്ട്, അതിൽ നിന്ന് 2 എണ്ണം ഒഴിവാക്കുന്നു. ഓക്കെ, റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അതാണ് ശരിക്കും 5 - 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5ൽ നിന്ന് 2 പോയി, 5ൽ നിന്ന് 2 റിമൂവ് ചെയ്യുന്നു. ബാക്കി അവിടെ ബാക്കി അവിടെ ആവുന്നത് എത്ര എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 7 - 5 എന്നാണെങ്കിൽ 7 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ഒഴിവാക്കി എങ്കിൽ അതിൽ അവിടെ ബാക്കി എത്രയുണ്ടാവും? 7 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം പോയാൽ നമുക്കറിയാം 2 കിട്ടുമെന്നറിയാം. അതേപോലെ 6 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 6 പോയി. 6 എണ്ണത്തിൽ നിന്ന് 6 പോയാൽ അവിടെ ആരും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഉണ്ടാവില്ല എന്നുള്ളത് മാത്തമാറ്റിക്സിൽ 0 എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന സംഖ്യ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം. എനിക്ക് മാത്തമാറ്റിക്കലി പറയാൻ പറ്റും, എൻ്റെ കയ്യിൽ 0 രൂപയുണ്ട്, 0 റുപ്പിയുടെ നോട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 0 റുപ്പി എന്ന് പറഞ്ഞാൽ നോട്ട് ഇല്ല. അതേ സമയത്ത് ഒരു പേനയുടെ ടോപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പറയും, ഒരു പേനയുടെ ടോപ്പ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പേനയുടെ ടോപ്പ് ഉണ്ട്, ഒന്നുണ്ടാവും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ കുറക്കുന്ന സമയത്ത് എന്തൊക്കെ വരാം? നമ്മൾക്ക് ഓരോരോ നമ്പറായിട്ടുള്ള ആൻസർ വരാം. അതേപോലെ 0വും ആൻസറായിട്ട് വരാൻ പറ്റും ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് 32 അക്കത്തിൽ നിന്ന് ഒരക്കം കുറക്കുമ്പോൾ എങ്ങനെ വരുന്നതാണ്. നോക്കൂ, 2 അക്കത്തിൽ നിന്ന് ഒരക്കം കുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ കൂട്ടൽ അഡിഷൻ എഴുതിയതുപോലെ തന്നെ ഈ വലതു ഭാഗത്തെ നമ്പറിന് താഴെയാണ് ആ ഒരു നമ്പർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 7ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ 7ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിരുന്നു? 2 കിട്ടിയിരുന്നു. 7ൽ നിന്ന് 5 എണ്ണം പോയാൽ ബാക്കി എവിടെ ഉണ്ടാവുക? 2 എണ്ണമാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 7ൽ നിന്ന് 5 പോയാൽ എത്ര എന്ന് അറിയാൻ വേണ്ടിയിട്ട് 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 7 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 5ന്റെ കൂടെ 2 കൂട്ടിയാലാണ് 7 കിട്ടുക. അതുകൊണ്ട് 7ൽ നിന്ന് 2 പോയാൽ ബാക്കി എവിടെ എത്ര ഉണ്ടാവുക? 5 എണ്ണം ഉണ്ടാവും. 7ൽ നിന്ന് 2 എണ്ണം അങ്ങ് പോയാൽ ബാക്കി എവിടെ? 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ 7ൽ നിന്ന് 5 പോയാലോ, 7 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം പോയാലോ, 7ൽ നിന്ന് 5 എണ്ണം പോയാൽ ബാക്കി എവിടെ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഓക്കെ, 7ൽ നിന്ന് 5 പോയാൽ 2 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ ഇവിടെ താഴ്ത്തിയിട്ടാൽ മതി. അപ്പോൾ ഇതാണ് 2 എണ്ണവും 2 അക്കങ്ങളുടെ നമ്പറും ഒരക്കമുള്ള നമ്പറും വരുന്ന ഒന്നാമത്തെ കാര്യം. ഓക്കെ, നേരിട്ട് നമുക്കിവിടെ എഴുതി അത് സബ്ട്രാക്ട് ചെയ്തു ബാക്കിയുള്ളത് എഴുതി. ഇനി 2 അക്കം ഉള്ളത് തന്നെ ഇങ്ങനെയുള്ള ഒരു നമ്പർ വന്നാലോ, ഇതും 2 ഡിജിറ്റും ഇത് 1 ഡിജിറ്റാണ്. ഇതേപോലെ തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഇതും തമ്മിൽ ഡിഫറൻസ് എന്താ? ഇവിടെ 7ൽ നിന്ന് നമുക്ക് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റി. മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറുമായിരുന്നു. ഇവിടെ നോക്ക്, മുകളിൽ ചെറിയ നമ്പറാണ്, താഴെ വലിയ നമ്പറാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ വലുതിൽ നിന്ന് നമുക്ക് ചെറുത് കുറക്കാൻ പറ്റി. ഇപ്പൊ ചെറുതിൽ നിന്ന് എങ്ങനെയാണ് വലുത് കുറക്കുക? അത് ഞാൻ വേറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ 42ൽ നിന്ന്
എത്രയാണ്? 8 സബ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മൾക്കറിയാം 2 രൂപ എൻ്റെ കയ്യിലുണ്ടായിട്ട് അതിൽ നിനക്ക് 8 രൂപ മാറ്റി വെക്കാൻ കഴിയുമോ? 2 രൂപ എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് 8 രൂപ മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. 2 മിഠായി എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ട്, അതിൽ നിന്ന് 8 മിഠായി മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 8-ൽ നിന്ന് 2 മാറ്റാൻ പറ്റും, 2-ൽ നിന്ന് 8 മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം 2-ൽ നിന്ന് 8 കുറക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇത് 2 അല്ല, ഇത് 42 42 ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 42 42 പറഞ്ഞാൽ 4 10 ഇവിടെയുണ്ട്, 4 10 4 10 ഉണ്ട് ഇതില്. അപ്പൊ ആ 4 10-ൽ നിന്ന് ഒരു 10-നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്, ഒരു 10-നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഒരു 10-നെ ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ ഈ 2 എത്രയായിട്ട് മാറും? 12 ആയിട്ട് മാറും. കാരണം 2 ഇവിടെ ഉള്ളത്, ഒരു 10-നെ ഇങ്ങോട്ട് എടുത്തു. ഒരു സെക്കൻഡ്, ഈ 4 10 ഇവിടെ ഉണ്ട്, 4 10 ഉണ്ട് പറഞ്ഞു, ഒരു 10-നെയാണ് അങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ബാക്കി ഇവിടെ ഉള്ളത് 3 10 ആണെന്ന് ഉറപ്പിക്കാലോ. അപ്പൊ ഒരു 10-ന് ഇവിടെയുണ്ട്, ഈ 2 ഇവിടെയുണ്ട്. അപ്പൊ 10ഉം 2ഉം കൂടെ ടോട്ടൽ എത്രയായി? 12 ആയി. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന നമ്പർ എത്രയായി? 12 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഈ 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 10 എടുക്കുന്നത്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അതിനെ 1ഉം ഈ നമ്പറും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് എഴുതുക. അപ്പൊ 12-ൽ നിന്ന് 8 പോയി, 12-ൽ നിന്ന് നമുക്ക് 8 കുറക്കാൻ പറ്റും. നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 10-ൽ നിന്ന് 8 പോയാൽ 2 ആണ്. 12 നമ്മൾ വീണ്ടും ഒരു 2, നമുക്ക് 4 കിട്ടും നമുക്ക്. ഓക്കെ, ബാക്കി ഇവിടെ എത്രയുള്ളത്? 3 ആണുള്ളത്. ശ്രദ്ധിക്കണം, 4 അല്ല 3 ആണ്. ആ 3-ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും 34 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഞാനൊരു കാര്യം ചെയ്യാം, അത് കുട്ടികൾക്ക് പൊതുവെ പ്രയാസമായതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. നോക്ക്, ഇവിടെ ഉള്ളത് 84 ആണ്, മൈനസ് 36 ആണ് കൊടുക്കുന്നത് വിചാരിച്ചോ. 84-ൽ നിന്ന് 36 കുറക്കണം. അപ്പൊ 4 ചെറുതാണ്, 6 വലുതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4-ന് ഒരു 10 ഇങ്ങോട്ട് എടുക്കണം. ആരുടെ കൂടെയാണ് 10 എടുക്കേണ്ടത്? 4-ന്റെ കൂടെയാണ് 10 വരുന്നത്. അപ്പൊ ഒരു 10-നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരുന്നത് 7 ആണ്. അപ്പൊ ഒരു 10 ആണ് ഇങ്ങോട്ട് എടുക്കുന്നത്, 10 ആണ് ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ആ 10ഉം ഈ 4ഉം ചേർന്നിട്ട് എത്രയാവും? 14 ആവും. പൊതുവെ കുട്ടികൾ ഇവിടെ 14 എഴുതും. അത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ 14-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളുടെ നമ്പർ എത്രയായി? 84 എന്ന നമ്പറിന് പകരം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 7-ൻ്റെതും അതേപോലെ ഒരു 14-ൻ്റെ 2 നമ്പറാണ് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പൊ ഈ 14-ൽ നിന്ന് ആരെ കുറക്കുക? 6-നെ കുറക്കുക. 14-ൽ നിന്ന് 6 പോയാൽ 8 ആണ്. കാരണം എന്താ? 8ഉം 6ഉം കൂട്ടിയാൽ 14 ആണ്. ഓക്കെ, അപ്പൊ അഡീഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എങ്കിൽ സബ്ട്രാക്ഷൻ എളുപ്പമായിട്ട് വരും കേട്ടോ. 14-ൽ നിന്ന് 6 പോയാൽ 8 കിട്ടും. ബാക്കി ഇവിടെ എത്രയുള്ളത്? 7. ആ 7-ൽ നിന്ന് ഈ 3-നെ കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പൊ 84-ൽ നിന്ന് 36 വരെ നമുക്ക് 48 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്തു നോക്കാം. 41-ന് 26 പോകണം. ഈ 1 ചെറുതാണല്ലോ, ചെറുതാണ്. അപ്പൊ എന്ത് വേണം? ഇതിൽ നിന്ന് 10 ഇങ്ങോട്ട് എടുക്കണം. ഇതിൽ നിന്ന് 10 എടുക്കണം. 10 എടുത്ത ബാക്കി ഇവിടെ എത്ര വരിക? 3 ആണ് വരിക. 3 10 ആണ് ഉണ്ടാവും. കാരണം ഇത് 41 ആണ്. 4 10 1 എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു 10 ആണ് ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ബാക്കി ഇവിടെ 3 ഉണ്ടാവും. ആ 10 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 1 ഉള്ളത്. ആ 1 10-ന്റെ കൂടെ ചേർത്ത് എഴുതണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് 1 എടുത്തിട്ട് ഈ 1-ന്റെ പേരെ കൂട്ടി 11 ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ഇനി ഈ 11-ൽ നിന്ന് 6 നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. 11-ന് 6 പോയാൽ നമുക്ക് 5 കിട്ടും. കാരണം 5ഉം 6ഉം 11 ആണ്. 11-ന് 6 പോയിട്ട് പിന്നെ നമ്മൾ ഈ നമ്പറിനെ നോക്കുന്നേ ഇല്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേലെ എഴുതിയാൽ പിന്നെ ഈ നമ്പറിനെ നമ്മൾ നോക്കുന്നേ ഇല്ല. ഓക്കെ, ഇപ്പൊ 11-ന് 6 പോയാൽ 5. ഓക്കെ, 3 2 പോയാൽ 1 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ചെറിയ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇപ്പുറത്ത് 1 എടുത്തിട്ട് 1 ഒരു 10-ന് എടുത്തിട്ട് 11 ആക്കി മുകളിൽ എഴുതണം. ഇവിടെ 2 ആണ് വരുന്നതെങ്കിൽ 12 ആക്കി മുകളിൽ എഴുതണം. ഓക്കെ, പിന്നെ ഇവിടുന്ന് 1 കുറച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി നോക്കാം, ഇവിടെ നോക്കിക്കോളൂ. ഇത് 2 അക്കത്തെ 2 അക്കം കുറക്കുന്നത്. എന്നാൽ അവിടെ ഇപ്പം കട എടുത്തിട്ടൊക്കെ കുറച്ചു അല്ലേ? എന്നാൽ ഇത് നോക്കിക്കോ നിങ്ങൾ. ഇത് നോക്കിയാൽ 7-ന് 5 നമുക്ക് കുറക്കാൻ പറ്റുമല്ലോ. 2 3 2 കുറക്കാൻ പറ്റുമല്ലോ. 1. ഇങ്ങനെയുള്ള 2 അക്ക സംഖ്യകളുണ്ട്. മുകളിൽ 2ഉം വലുതും
താഴെ രണ്ടും ചെറുതായിട്ട് വരുന്ന സംഖ്യകളുണ്ട്. അപ്പോൾ സുന്ദരമായിട്ട് കുറച്ചാൽ മതി. ഓക്കെ, ഇനി ഈ പ്രോബ്ലം നോക്കാം. നമ്മൾ ഈ പ്രോബ്ലത്തിൽ എന്താണ് വരുന്നത്? 48 മൈനസ് 18. 2ൽ നിന്ന് 8 പറ്റുമോ? 2 ചെറുതല്ലേ? ചെറുതാണ്. അപ്പൊ 2 എത്രയായിട്ട് മാറും? 12 ആയിട്ട് മാറും. ശ്രദ്ധിക്കണേ, 2. അപ്പൊ ഒരു 10, 2ന്റെ പേര് ഒരു 10 വന്നിട്ടില്ലേ? 2ന്റെ പേര് 10 ആഡ് ചെയ്തല്ലേ 12 ആയത്. ഓക്കെ, ബാക്കി അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? 4 10 എത്രയായിട്ട് മാറും? ഒരു 10 അങ്ങോട്ട് കൊടുത്തു, ഈ 2ന് ഒരു 10 കൊടുത്ത് അത് 12 ആയി മാറി. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 3 ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, 3. അപ്പൊ പിന്നെ ഈ നമ്പറിന്റെ ആവശ്യം നമുക്ക് ഇല്ലല്ലോ, ഇല്ല. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 12 ന്ന് 8 പോയാൽ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 3 ന്ന് 1 പോയാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ സിമ്പിൾ ആയില്ലേ? ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ഇത് എന്താണ് വരിക നോക്കാം. നമുക്ക് ഇതാ നോക്ക്, 3 നമുക്ക് 8 പറ്റൂലല്ലോ, ഇല്ല. അപ്പൊ ഒരു 10നെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ 3 അപ്പൊ എത്രയാവും? 13 ആവും. ഈ 8 ന്ന് ഒരു 10 പോയാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 1 കുറച്ചിട്ട് അത് എത്രയാവുക? 7. ഓക്കെ, തെറ്റിക്കല്ലേ? ഇതിന് നമുക്ക് വേണ്ടല്ലോ, വേണ്ട. അപ്പൊ ഈ 13 8 സബ്ട്രാക്ട് ചെയ്യും, നമുക്ക് ഉത്തരം 5. 7 ന്ന് 4 കുറച്ചാല് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് സബ്ട്രാക്ഷന്റെ രീതി മനസ്സിലായല്ലോ. മുകളിൽ വരുന്ന 2 നമ്പറും വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കുറച്ചിട്ട് എഴുതാം. എന്നാൽ മുകളിൽ വരുന്ന നമ്പറുകളിൽ ഒരു നമ്പർ ഇതിനേക്കാൾ ചെറുതായിട്ടാണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഒന്നിനെടുത്തിട്ട് ഈ 2നെ 10ഉം 2 12 എന്ന് എഴുതണം. അപ്പൊ ഇപ്പുറം 4 3 ആയിട്ട് വരും. അത് കൃത്യമായിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രോബ്ലം നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇതിന്റെ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, 35 മൈനസ് 4, 27 മൈനസ് 13. ഓക്കെ, സിമ്പിൾ ആണ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 84 മൈനസ് 16, 93 മൈനസ് 8 4. ഓക്കെ, ലാസ്റ്റ് 4 5 ഒന്നും കൂടെ ഞാൻ തരാം. അപ്പോൾ 67 മൈനസ് 58 67 മൈനസ് 58 വരെ 48 എഴുതാം. ഓക്കെ, 48. അപ്പൊ 5 എണ്ണമുണ്ട് ഇവിടെ. നമുക്ക് 2 ഒന്നിലുണ്ട്. പിന്നെ ഈ ഓരോന്നിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ സബ്ട്രാക്ഷൻ എല്ലാ ടൈപ്പും പറഞ്ഞൊരു വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് പുതിയ ടോപ്പിക്കിൽ വീണ്ടും കാണാം.